ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ട്രാവൽ വ്ളോഗാട്ടോ ചെയ്യുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെടുത്ത വീഡിയോ ആണ് ഇത്. എങ്ങനെ ഉണ്ടാവുന്നു, ഒരുപാട് ഫലത്തും കാര്യങ്ങളുണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇട്ടേക്കണേ. പിന്നെ നമ്മളിതാ കുട്ടി സാറ് ഹായ് ഒക്കെ തരുന്നുണ്ട് എല്ലാവർക്കും. അങ്ങനെ നമുക്ക് വീഡിയോ ഒക്കെ പോകാം കേട്ടോ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിട്ടോ ഞങ്ങൾ ഒരു ലോങ് ട്രിപ്പൊക്കെ പോകണം. ലോങ് എന്ന് പറയാനൊന്നും പറ്റത്തില്ല. നമ്മൾ ട്രിവാൻഡ്രത്ത് നമ്മളെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ചുള്ളൂ പൊന്മുടി. അപ്പം അങ്ങനെ ഇതാട്ടോ ഞങ്ങളെ മൂത്ത പുത്രൻ സുട്ടു എന്ന് വിളിക്കും. ശ്രീനാഥ് നാട്ടോ ആളുടെ പേര്. അവൻ്റെ ഫ്രണ്ട് ചാടാനുള്ള ഒരു അടവ് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിന് വേണ്ടി എന്നെ സോപ്പിട്ടുകൊണ്ടിരിക്കുക. അതാണ് ഈ കാണുന്നത് കേട്ടോ. ബാക്കിൽ എനിക്കണം കേട്ടോ ക്യാമറ വിരോധി. അവൻ സുട്ടുവിനെ മാക്സിമം വരട്ടുന്നുണ്ട് അടങ്ങിയിരിക്കാനൊക്കെ പറഞ്ഞിട്ട്. അവനൊരു പൊടിക്കണേ വിട്ടും കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ അതേ ഒരു പാട്ടപ്പെട്ട് ഭയങ്കര ചിൽ മൈൻഡായിരുന്നു കേട്ടോ. കുറേ കാലം ശേഷം യാത്ര പോകുന്നുണ്ട് പറഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിരുന്നേ. ചെറിയ കടയിൽ നല്ല ഫുഡ് കിട്ടും. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബാക്കി ഫുഡ് വിട്ടിട്ട് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല കേട്ടോ. അങ്ങനെ വിശക്കണോ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി ഒരു ഹോട്ടൽ കൊണ്ടുപോയി നിർത്തി. ഞാൻ വിചാരിച്ച കുഴിമന്തിൻ്റെ വല്ല കടയായിരിക്കുന്നു. അപ്പം അല്ല കേട്ടോ, ആളൊരു കുഴിമന്തി ഫാനാണേ. അങ്ങനെ അതേ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഈ ഒരു ചെറിയ കടയിൽ ആദ്യമൊക്കെ വലിയ വലിയ കടയൊക്കെ നോക്കിയിട്ടാട്ടോ കയറാറ്. പിന്നെ കല്യാണം കഴിഞ്ഞ് ഏട്ടൻ്റെ കൂടെ വന്നതിനെ ഇഷ്ടവും. ആദ്യമൊക്കെ ഫസ്റ്റൊക്കെ പോണ ടൈമിൽ ചെറിയ കടയിൽ പോണതിനൊക്കെ അടി ഉണ്ടാക്കുമായിരുന്നേ. ഈ ചെറിയ കട നോക്കി പിടിക്കണെന്ന് പറഞ്ഞിട്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ ചെറിയ കടയിലാണ് നല്ല ഫുഡ്, നല്ല രീതിയിൽ അവർ ചെയ്യും. പണ്ടത്തെ അമ്മച്ചി അപ്പന്മാരൊക്കെ ആ രീതിയിൽ ഉണ്ടാക്കി വെക്കും നല്ല ഫുഡുകൾ കഴിക്കും. ഒരുപാട് മസാല അങ്ങനെയൊന്നും ഇല്ലാതെ നോർമൽ ആയിട്ടില്ല കളറ് കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. നല്ല ഫുഡായിരുന്നു. പിന്നെ നമ്മൾ യാത്ര തുടങ്ങിട്ടോ. പൊതുവേ വയറിറച്ച് ഫുഡ് അടിച്ചു കഴിഞ്ഞാൽ ഉറക്കം അങ്ങനെ എനിക്ക് ഉറക്കം 7 അകലത്ത് പോലും വന്നില്ല കേട്ടോ. ഇത് നല്ല രീതിയിൽ മഴക്കോളിനുള്ളൊരു ഇതുണ്ടായിട്ടോ. ഏകദേശം നമ്മളവിടെ എത്താറായേ. മിഠായി വാങ്ങി തന്നെങ്കിൽ പാട്ട് പാടി കൊടുക്കണം. പാട് അത് പാട്ട് പാടി രാത്രി ഉറക്കി തരാം. ഇപ്പം സുട്ടന് മണ്ടി കൊണ്ട് ആ പാട്ട് പാട്. നല്ല പാട്. എന്നെ കൊണ്ട് പാട്ട് പഠിക്കൽ ഏതാനും നടക്കത്തില്ല. അപ്പോഴേക്കും അനിയൻ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നേ. ഒരാൾക്ക് 40 രൂപ വെച്ചാണ്, പിന്നെ വണ്ടിക്ക് 40 രൂപ വെച്ചാണെന്നൊക്കെ അവൻ വന്നിട്ട് പറയുമായിരുന്നു. ഇതൊക്കെ ഗ്രാമ്പൂ മരം കേട്ടോ. നമ്മൾ ഈ ഹെയർ പിൻസൊക്കെ കയറി വരുമ്പോഴേ നല്ല ലൈറ്റായിട്ട് സ്മെല്ല് വരുന്നുണ്ടേ. നാട് റോഡിലെന്താ വീഡിയോ കൊടുക്കുന്നത്. ഗ്രാമ്പൂ നോക്കി അവൻ പോയി ലാസ്റ്റ് വല്ല പറമ്പിലും കിടക്കുക കേട്ടോ. ക്യാമറ വിരോധി കാര്യമായിട്ട് ഫോണിലാണേ. അവൻ ക്യാമറേൻ്റെ മുന്നേ വരാതിരിക്കാൻ വേണ്ടി എങ്ങനെയെങ്കിലും എസ്കേപ്പ് അടിക്കും. ഞാൻ അവനെ കിട്ടാൻ വേണ്ടി എങ്ങനെയെങ്കിലും അവൻ്റെ വയ്യാണ്ട് നടക്കും. നമ്മൾ കയറി വരുന്ന വഴി അത്ര അങ്ങോട്ട് കോട ഇറങ്ങി വരുന്നുള്ളൂ. ഏതാ ഇപ്പം ഏകദേശം അടുത്തെത്താറായപ്പോൾ നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട്. അന്ന് നമ്മൾ ഇതുപോലെ വന്ന സമയത്ത് പൊന്മുടി എത്താറാവുന്ന സമയത്ത് ഫ്രണ്ടിൽ വരുന്ന വണ്ടി ഒന്നും കാണത്തില്ല. ഇന്ന് ആ രീതിയിലായിരുന്നു കോട ഇറങ്ങിയിരുന്നത്. അങ്ങോട്ടൊക്കെ നോക്കി നല്ല രീതിയിൽ കോട ഇറങ്ങിയിരുന്നു. ആരാണെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിൽ വരണം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ നമ്മൾ മെയിൻ സാധനം കിട്ടി. അങ്ങനെ അത് വാങ്ങിച്ചതേ പൊന്മുടി എത്തിയിട്ടോ. അവിടുത്തെ ഒരു ക്ലൈമറ്റാണ്. നമ്മൾ വണ്ടി നിർത്തിയിട്ട് പാർക്കിംഗ് ഏരിയ ആയിട്ടേ കാണുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല രീതിയിൽ കോട ഇറങ്ങിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ടിൽ വരുന്ന ആൾക്കാരുടെ ഫേസ് പോലും നമുക്ക് കറക്റ്റ് മനസ്സിലാകത്തില്ല. അത്രയ്ക്കും മഞ്ഞിറങ്ങി നല്ലൊരു ക്ലൈമറ്റ്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ട് നല്ലൊരു ക്ലൈമറ്റായിരുന്നു. പിന്നെ സുട്ടാപ്പിനെ കൂട്ടിയിട്ട് നമ്മൾ കുഞ്ഞിലിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നേ നമ്മൾ വിചാരിച്ചിരുന്ന അവനെ കൂട്ടി എപ്പോഴേലൊക്കെ വരണമെന്ന്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവർ കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു തരി പോലെ അവ അടങ്ങി. അവരെ കംഫർട്ടാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻസ്. മാസത്തിൽ ഒരു വട്ടം അവർക്ക് ഒരു പനി ജലദോഷം ഇത് ഞങ്ങൾക്ക് മസ്റ്റാണ്. ഇപ്പോൾ കുറച്ചായിട്ട് ജലദോഷം പനിയൊന്നും ഇല്ലാണ്ട് സമാധാനത്തിൽ പോകുന്നുണ്ട്. ആ ഒരു സമാധാനം നശിപ്പിക്കാൻ ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് മെല്ലെ വിട്ടിട്ടോ. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വഴി അവിടെ കുറേ കുഞ്ഞു തട്ടുകടകൾ ഒരുപാടുണ്ട് കേട്ടോ. ഞങ്ങളവിടെ നല്ല ചൂട് കോഫിയും നല്ല ഓംലൈറ്റും ചൂട് പഴംപൊരി ചൂട് ബജി അങ്ങനെയൊക്കെ കഴിച്ച് തിരിച്ചവിടെ നിന്ന് വരാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. അങ്ങനെ ദേ എൻ്റെ മടിയിൽ ഒരാളിരിക്കുന്നുണ്ടേ. അവൻ കുഞ്ഞിലെ വെറും ചോറ് മാത്രം കഴിക്കുന്നൊരു ടീമായിരുന്നേ. ഇപ്പം അതേ കുറച്ച് പഴം അങ്ങനെയൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു കോഫിയൊക്കെ കുടിച്ച് നല്ല അവിടെ നിന്ന് വിട്ടേ. അങ്ങനെ വരുന്ന വഴി താഴെ ഒരു അമ്മൂമ്മ നല്ല പ്രായമുണ്ട്. അവർ തേയില വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ അവരെ കയ്യിൽ നിന്നൊരു ചായപ്പൊടി വാങ്ങിച്ചത് അവിടെ നിന്ന് മെല്ലെ നമ്മൾ വീട്ടിലേക്ക് കേട്ടോ. ഇനി നേരെ ഏട്ടതേ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയി.
അതാകുമ്പോൾ വീട്ടിൽ പോയിരുന്ന് ഒരുമിച്ച് എല്ലാവർക്കും കൂടി കഴിക്കാമല്ലോ. പിള്ളേരൊക്കെ സൈഡായപ്പോൾ പിന്നെ വിചാരിച്ചു വീട്ടിൽ പോയിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദേ ഒരു തട്ടുകട കണ്ടപ്പോൾ വണ്ടി ഒന്ന് ചവിട്ടിയത്. പിന്നെ എന്തൊക്കെയാണ്, പിന്നെ ലോങ് വീഡിയോ ഇടണമെന്നൊക്കെ എപ്പോഴും വിചാരിക്കും. പക്ഷേ സത്യം പറഞ്ഞാൽ കണ്ടൻറ് ക്ഷാമം കാരണം ലോങ് വീഡിയോ ഒന്നും ഇല്ലാത്ത കേട്ടോ. പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ വന്നില്ല കേട്ടോ. ഈ 2 കുട്ടിപ്പട്ടാളങ്ങൾ ഉറങ്ങണ കണ്ടപ്പോൾ പിന്നെ വിചാരിച്ച് വീട്ടിൽ വന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന്. പിന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയേക്കണേ. പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.